5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വയനാട് ചൂരൽമല, പുഞ്ചിരിമട്ടം, മേപ്പാടി പ്രദേശങ്ങളിലാകെ വലിയ മലവെള്ളപ്പാച്ചിലും നീരൊഴുക്കുമുണ്ടതായി വാർത്ത വന്നിരിക്കുന്നു. ഉരുൾപൊട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സംഭവിച്ചില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ബെയിലി പാലത്തിന് സമീപത്തുള്ള കുത്തൊഴുക്കും നീരൊഴുക്കുമൊക്കെ കാണുമ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ മഴയുണ്ടായിരുന്നു ആ മലനിരകളിൽ. 2024 ജൂലൈ 30 രാത്രിയിലാണ് എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ അവിടെ ഉരുൾപൊട്ടൽ രാത്രി 12 മണിക്ക് 1 മണിക്കും 2 മണിക്കും 2-3 പ്രാവശ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകളുമൊക്കെ പോയി പഠിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇനി 100 വർഷക്കാലത്തേക്കെങ്കിലും പേടിക്കാനില്ല, അവിടെ ഒരു ഉരുൾപൊട്ടലും വരില്ല. പക്ഷെ കഴിഞ്ഞ മാസം ഇതേ ആദ്യ സ്ഥലങ്ങളിൽ തന്നെ, അതിൻ്റെ അടുത്ത മലകളിൽ തന്നെ ഉരുൾപൊട്ടി. അപ്പോൾ ഉരുൾപൊട്ടുമ്പോൾ ഇത് വളരെ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് പോയി നമ്മൾ കുറേ തള്ളിമറിക്കും എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. നാഷണൽ സെൻറ്റർ ഫോർ ഏഷ്യൻ സ്റ്റഡീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള സീനിയർ സയൻറ്റിസ്റ്റായിട്ടുള്ള ജോൺ മത്തായി അവർകളെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവർ അവിടെ പഠനമൊക്കെ നടത്തി. അവർ പറഞ്ഞു, വർദ്ധിച്ചു വന്ന മഴയാണ് ഇവിടുത്തെ ഉരുൾപൊട്ടലിന് കാരണം, മറ്റൊരു കാരണമില്ല എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് കൊടുത്തളഞ്ഞു. പക്ഷെ മഴ മാത്രമല്ല, ആ മലനിരകളുടെ അവിടുത്തെ ലാൻഡ് ഫോം, അവിടുത്തെ ലാൻഡ് യൂസ്, അവിടുത്തെ സ്ലോപ്പ്, മലകളുടെ സ്ലോപ്പ്, അവിടെ നടത്തുന്ന ഇൻ്റർവെൻഷൻസ്, ആ മലനിരകൾക്ക് താഴെയുള്ള ഭൂപ്രദേശങ്ങളിലെയും വാട്ടർ അക്വിഫറിൻ്റെ, ഭൂഗർഭജലത്തിൻ്റെ, അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ അക്വിഫറിൻ്റെ അവസ്ഥ, അതിലുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന നാശം, ആഘാതം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉരുൾപൊട്ടലിൻ്റെ ആഘാതം കൂടുന്നതും ട്രിഗർ ചെയ്യുന്നതുമൊക്കെ. പക്ഷെ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ സർക്കാരിനെയും വകുപ്പുകളെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും വെള്ളപൂശുന്ന റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്ത് അവരെല്ലാം തടിതപ്പി തിരുവനന്തപുരത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോയവർ വീണ്ടും പല രൂപത്തിലേക്ക് അവരുടെ ലാവണങ്ങളിലേക്ക് അവർ തിരിച്ചു കയറി. പാവപ്പെട്ട ജനങ്ങൾ അവിടെ കിടക്കുന്നു. ഒരു വർഷമായി, ഇപ്പോൾ ജൂലൈ 30 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ജൂൺ 24 25 ആകുന്നു. അപ്പോൾ ഈ ഒരു വർഷക്കാലമായി എന്താണ് നടന്നത്? ജനങ്ങളവിടെ രോഷാകുലരാണ്. വലിയ മഴയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. യാതൊരു മുന്നറിയിപ്പും സർക്കാർ സംവിധാനങ്ങളോ പഞ്ചായത്ത് സംവിധാനങ്ങളോ കൊടുക്കുന്നില്ല. നമ്മുടെ ദുരന്ത പരിപാലന രംഗത്ത് നാം എവിടെയാണ്? ഇപ്പോഴും ബാലാരിഷ്ടതകൾ കഴിഞ്ഞിട്ടില്ല. ദുരന്ത മുഖത്ത് പോയി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനറിയാം, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ദുരന്തം കഴിഞ്ഞ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസത്തിൽ നമ്മൾ വളരെ പിറകിലാണ്. ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടത്തെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മുണ്ടകൈ പ്രദേശത്തെ മേപ്പാടി പഞ്ചായത്തിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 1 വർഷമായല്ലോ. ഇതുവരെ എല്ലാവരുടെയും തൊഴിലോ വിദ്യാഭ്യാസമോ അവരുടെ വരുമാനമോ ഒന്നും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് കൊടുക്കുന്ന തുക ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാതിരിക്കുന്നു. വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് വീടിന് വേണ്ടി സ്ഥലമെടുത്തെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ പല വഴിക്ക് നിൽക്കുന്നു. നിർമ്മാണ ഉദ്ഘാടനം നടന്നുവെങ്കിലും അത് വേണ്ടത്ര പുരോഗതിയിലേക്ക് പോയിട്ടില്ല. അവർക്ക് വസ്തു വേണമെന്നുള്ളവർക്ക് വസ്തു കിട്ടിയിട്ടില്ല, പണം വേണമെന്നുള്ളവർക്ക് പണം കിട്ടിയിട്ടില്ല. ലിസ്റ്റിൽ വലിയ അഴിമതിയും കൊടിയ നിരുത്തരവാദപരമായ കാര്യങ്ങളുമൊക്കെയാണ് ലിസ്റ്റിനെക്കുറിച്ചുള്ള ആക്ഷേപം. അവിടെ ഭരിക്കുന്ന UDF പഞ്ചായത്താണ്, സംസ്ഥാനം ഭരിക്കുന്നത് LDF പഞ്ചായത്താണ്. സ്വാഭാവികമായി LDF പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനവും കളക്ടർ സംവിധാനവും ഒക്കെ UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുമായി യാതൊരു കോർഡിനേഷനുമില്ല. ചുരുക്കത്തിൽ ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയമായി നിൽക്കുന്നു. അപ്പോഴാണ് കൂനിന്മേൽ കുരുപോലെ വീണ്ടും ആ പ്രദേശമാകെ ഉരുൾപൊട്ടലിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും മലവെള്ളപ്പാച്ചിലിൻ്റെയും നീരൊഴുക്കിൻ്റെയും വലിയ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെയാണ് എത്തുന്നത്? നമ്മുടെ മലനാട് പ്രദേശങ്ങളിലാകെ തന്നെ ഏകദേശം 15% സ്ഥലത്തോളം കേരളത്തിൽ, അത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്ക് എടുത്താൽ കണ്ണൂരിലെ തളിപ്പറമ്പ് താലൂക്ക് വരെ 10ഓളം താലൂക്കുകൾ എന്ന് പറഞ്ഞാൽ 100-ലധികം പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിലാണ്. നാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. എങ്ങനെയായാലും നമ്മുടെ മലനാട് പ്രദേശം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ദുർബലമാകുന്നൊരു പ്രദേശമായി വയനാട് മാറിയിട്ടുണ്ട്. വയനാട് നിന്ന് നിരവധി ദുരന്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാടിന് എത്ര കാലമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക? ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി നാം ചിന്തിക്കണം. വയനാടൻ മലനിരകൾ വളരെ ഗൗരവമായ തോതിൽ ഉരുൾപൊട്ടലിൻ്റെ ഭീഷണിയിലാണ്. നമ്മൾ വിവിധ തരത്തിലുള്ള ടൂറിസത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ഭൂമിയെ ഉപദ്രവിച്ചിട്ടുണ്ട്.
അതിനെല്ലാം എന്നുള്ള തിരിച്ചടി എന്നോണം കൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. തീർച്ചയായും നമുക്ക് മനുഷ്യൻ്റെ ഇടപെടലുകളും ഈ ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടുന്നുണ്ട്. എന്തായാലും ഉരുൾപൊട്ടൽ വരാതിരിക്കട്ടെ. വയനാട് നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. എന്തായാലും സർക്കാർ സംവിധാനങ്ങളും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വയനാട് വീണ്ടും ഉരുൾ പൊട്ടാതിരിക്കട്ടെ.